രാജ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായി വർത്തിക്കുന്ന വഡൂസിനെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല കൊട്ടാരമാണ് വഡൂസ് കോട്ട. പൊതുജനങ്ങൾക്ക് തുറന്നിട്ടില്ല, പക്ഷേ പുറംഭാഗവും ചുറ്റുമുള്ള കാഴ്ചകളും അതിശയകരമാണ്. രാജ്യത്തിൻ്റെ ദേശീയ അവധി ദിനം, അതായത് ഓഗസ്റ്റ് 15-ന് എല്ലാ പ്രജകളെയും രാഷ്ട്രത്തലവൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം കോട്ടയിൽ നടക്കുന്ന ദേശീയ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവിടെ പ്രസംഗങ്ങൾ നടത്തുകയും സൗജന്യ ബിയർ വിളമ്പുകയും ചെയ്യുന്നു. സംഗീതവും നാടകവും സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ഇവിടെ നിരവധി സംഗീത സംഘടനകളും ഉണ്ട്. അവരെല്ലാം ഈ ആഘോഷത്തിൽ പങ്കെടുക്കും. So we are at Liechtenstein, and we are standing close to the castle, Vaduz Castle, and on the back side is the mountain range, and you can see the whole city from here. വഡൂസിൻ്റെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ആകർഷണങ്ങൾ ഇവയെല്ലാമാണ്. 1. ലാൻഡേഴ്സ് മ്യൂസിയം. വഡൂസിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ മ്യൂസിയം രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, പ്രകൃതി പരിസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചകൾ നൽകുന്നു. 2. ക്യൂൻസ്റ്റ് മ്യൂസിയം. സമകാലിക കലയും താൽക്കാലിക പ്രദർശനങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു ആധുനിക ആർട്ട് മ്യൂസിയമാണ്. 3. ഗുട്ടൻബർഗ് കോട്ടയും ബാൾസേഴ്സും. ബാൾസേഴ്സിൻ്റെ തെക്കൻ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല കോട്ടയാണ് ഇത്. വളരെ നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത്. 4. മാൽബൺ. സ്കീയിങ്, സ്നാനോ ബോർഡിംഗ്, ഹൈക്കിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമായ ലിechtensteinലെ ഏക സ്കീ റിസോർട്ട്. അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതും കുടുംബങ്ങൾക്ക് അനുയോജ്യവുമാണ് ഈ സ്ഥലം. റൈൻ പാർക്ക് സ്റ്റേഡിയം. ലിechtenstein ദേശീയ ഫുട്ബോൾ ടീമിൻ്റെയും FC വാഡൂസിൻ്റെയും ആസ്ഥാനമായ വാഡൂസിലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് റൈൻ പാർക്ക് സ്റ്റേഡിയം. 6. ഐഷൻ മോറൻ മാർഷ്. ഹൈക്കിംഗ് പാതകളും പക്ഷി നിരീക്ഷണത്തിനുള്ള അവസരങ്ങളുമുള്ള ശാന്തമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണ് ഐഷൻ മോറൻ മാർഷ്. 7. ലിechtenstein ട്രയൽ. 11 മുനിസിപ്പാലിറ്റികളെയും ഉൾക്കൊള്ളുന്ന 75 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തിൻ്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ലാൻഡ്മാർക്കുകളുടെ ആഴത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുന്നു. സംസ്കാരവും പൈതൃകവും അലേമാനിക് പാരമ്പര്യങ്ങളുടെയും ആധുനിക യൂറോപ്യൻ സ്വാധീനങ്ങളുടെയും മിശ്രിതമാണ് ലിechtenstein. ഇവിടെ നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. അവയിൽ ഒന്നാണ് ദേശീയ ദിനം. ഓഗസ്റ്റ് 15-ന് ആഘോഷിക്കുന്ന വഡൂസിലെ വെടിക്കെട്ട്, സംഗീതം, ആഘോഷങ്ങൾ എന്നിവയുള്ള ഒരു പ്രധാന ആഘോഷമാണ് ഇത്. കാർണിവൽ സീസൺ. വർണ്ണാഭമായ പരേഡുകളും പരമ്പരാഗത വസ്ത്രങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. പതിവ് കച്ചേരികളും കലാപ്രദർശനങ്ങളും ഉള്ളതിനാൽ സംഗീതവും കലയും വളരെ അധികം വിലമതിക്കപ്പെടുന്നു ഇവിടെ. വഡൂസ് കോട്ടയുടെ തൊട്ടടുത്തുള്ള കുന്നിൻ മുകളിൽ നിന്ന് കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണിത്. വഡൂസ് എന്ന സ്ഥലത്തിൻ്റെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത്. വളരെ മനോഹരമായ ഈ സ്ഥലത്ത് അനവധി ഓഫീസുകളും വീടുകളും ഉണ്ട്. കുന്നിൻ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം മനോഹരമായ കാഴ്ചകൾ കാണുവാൻ പറ്റി. അതിനുശേഷം കാൽനടയായിട്ട് ഞങ്ങൾ പതുക്കെ താഴെ വന്നു. ഇതൊരു പൊതു സ്ഥലമാണ്. ഇവിടെ വളരെയധികം കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. ജനങ്ങൾ വെളിയിലിരുന്ന് കോഫിയും ചായയും ചോക്ലേറ്റും ബിയറും എല്ലാം കുടിക്കുന്നത് ഞങ്ങൾ കണ്ടു. വളരെയധികം ഷോപ്പുകളും ഇവിടെയുണ്ട്.
ഉച്ചഭക്ഷണത്തിനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ ഈ പൊതുസ്ഥലത്തുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ വെച്ച് ആൻഡ്രിയാസ് എന്ന ബാർ ജീവനക്കാരനെ കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ഓസ്ട്രിയക്കാരനാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. Your name? Andreas. Andreas. Where are you from? I am from Austria. From Austria. Austria. Oh, okay. This is Andrea from Austria. Vienna? Almost. Almost. Yes. Okay. Okay. Nice, thank you. Now I get famous. Yeah. This is Andreas. He's from Austria and he is very friendly. And this is the restaurant. This is a statue of an astronaut. It's a very popular thing. Many people are coming and taking photos next to him. Yeah. So I have never seen something like this before, but this is something unique for Vaduz. Looks a very stylish astronaut. This is my friend Hamdani. She is a great help to us. He is taking us all around the place and explaining everything. Without him, our visit to Vaduz and Geneva, Vaduz and other places in Switzerland would not have been possible. So, thank you very much. Bye. What language you speak? German, Alman? No. No, Francais? Französisch nicht. Romanisch. One second. Romanisch. Romanisch? Ja. Okay. Okay, not, you're from Liechtenstein? No. No. Visiting? Romanisch. Romanisch. Okay. Your name? Was? Name? Nee, was ist das? കിൻസ്ലർ ബിഡാർഫ് എന്ന ഗിഫ്റ്റ് ഷോപ്പിൽ ഞങ്ങൾ കയറി. അവിടെ നിന്ന് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കീ ചെയിൻസും ബാക്കിയുള്ള പല വിധത്തിലുള്ള സോവനീറുകളും ഞങ്ങൾ വാങ്ങി. അവിടെ ലിechtensteinൽ എത്തുന്നതിന് യാതൊരു നിയന്ത്രണവും വിസ നിയന്ത്രണവും ഇല്ലാത്തത് കാരണം സന്ദർശകർക്ക് അവരുടെ പാസ്പോർട്ട് സൈൻ ചെയ്യാൻ പറ്റും. പല ഷോപ്പുകളിലും ഇതിനായിട്ട് ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിന് പുറമെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നും പാസ്പോർട്ട് സൈൻ ചെയ്യാൻ പറ്റും. ആ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലിechtensteinൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും മറ്റു ആകർഷണങ്ങളും ആസ്വദിച്ച ശേഷം ഞങ്ങൾ സൂറിക്കിലേക്ക് മടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Thank you.